അസ്സലാമലൈക്കും. ഇത് നമ്മളെ ചുവന്ന വെണ്ട. ഞാൻ മുന്നേ ഇതിൻ്റെ തൈകൾ ഇതിലും ചെറിയ പ്രായത്തിൽ ഞാൻ വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ മാഷാ അല്ലാഹ് ഇപ്പോൾ അത്യാവശ്യം ചുവന്ന വെണ്ടകളൊക്കെ കായ്ച്ച് നിൽക്കണ ഇതാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? അപ്പം ഞാനിത് ഇൻഷാ അല്ലാഹ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്ത് കൊടുക്കാമെന്ന് വിചാരിക്കണുണ്ട്. അപ്പോൾ അത്യാവശ്യമുള്ളവരാരാന്ന് വെച്ചാൽ ഇത് വാങ്ങിച്ചത് ആനക്കൊമ്പൻ വെണ്ടടയാണ്. പക്ഷേ ഇത് അത്ര തന്നെ പൂക്കളൊന്നും വന്നിട്ടില്ല. ചുവന്ന വെണ്ട പെട്ടെന്ന് വളർന്ന് അതിൽ പൂക്കളൊക്കെ വന്ന് കായ് പിടിച്ച്. പക്ഷേ ഇത് കുറച്ച് താമസിച്ചെങ്കിലും അത്യാവശ്യം തഴച്ച് വളർന്നിട്ടുണ്ട്, കണ്ടില്ലേ? കുറച്ച് തൈകളുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും അധികം വളർന്നിട്ടില്ല, ചെറിയ തൈകളാണ്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് അതുപോലൊക്കെ വെണ്ടത്തൈകൾ നിങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഉണ്ടാവും, കീടങ്ങളാക്രമണം ഉണ്ടാവും. എങ്കിലും നമ്മൾ പരമാവധിയൊക്കെ കീടങ്ങൾക്ക് വേണ്ടിയുള്ള പരിചരണമൊക്കെ ചെയ്ത് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചാൽ മതി. അപ്പോൾ ഒക്കെ ശരിയാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.